മിസ്റ്റർ ഗിരിധർ നമ്പ്യാർ? യെസ് ഡോക്ടർ. പേഷ്യന്റ് സാറിന്റെ വൈഫാണോ? അതെ ഡോക്ടർ. ഓക്കെ, എനിക്ക് അവരുടെ കുറച്ച് ഡീറ്റെയിൽസ് അറിയണമായിരുന്നു. വൈഫിന് ഇതിനു മുമ്പ് എന്തെങ്കിലും മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടോ? ഞാൻ ഉദ്ദേശിച്ചത് ആളെന്തെങ്കിലും മെഡിക്കേഷൻസിലായിരുന്നു എന്നാണ്. എന്തെങ്കിലും രോഗങ്ങൾക്ക് പ്രൊലോങ് ട്രീറ്റ്മെന്റ് എടുത്തിരുന്നോ? അത് ഐ എം നോട്ട് ഷുവർ ഡോക്ടർ. ഞാനൊന്ന് കൺഫേം ചെയ്തിട്ട് പറയാം. വാട്ട്? സുമിയുടെ അച്ഛനെ ഒന്ന് വിളിച്ചു ചോദിച്ചിട്ട് പറയാം. സാറിനെ പോലെ ഒരാൾക്ക് സ്വന്തം വൈഫിനെ കുറിച്ച് ഇത്ര പോലും അറിയില്ല എന്ന് പറഞ്ഞ ഇറ്റ്സ് അൺബിലീവബിൾ. അല്ല അല്ല ഡോക്ടർ, അത് ഇവര് കല്യാണം കഴിച്ചിട്ട് വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ഒന്നേ സിംഗായി വരുന്നതേ ഉള്ളൂ അവരതാ. സ്വന്തം ലൈഫ് പാർട്ട്ണറുടെ ഇഷ്ടാനിഷ്ടങ്ങളോ സ്വഭാവ രീതികളൊക്കെ മനസ്സിലാക്കാൻ അല്പം സമയം എടുത്താലും ഇറ്റ്സ് ഫൈൻ. പക്ഷേ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലേ? ഇതുപോലെ ഒരു മെഡിക്കൽ എമർജൻസി വന്ന പാഴാക്കുന്ന ഓരോ നിമിഷവും ചിലപ്പോ വിലയേറിയതായിപ്പോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. യെസ് യെസ്, വളരെ ശരിയാ ഡോക്ടർ പറഞ്ഞേ. വി അണ്ടർസ്റ്റാൻഡ്. ഇനി മുതൽ ഞാനത് ശ്രദ്ധിച്ചോളാം ഡോക്ടർ. ഇനി മുതൽ ശ്രദ്ധിക്കേണ്ടി വരുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പൊ പറയാറായിട്ടില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മിസ് ചെയ്യുന്ന ചില അവസരങ്ങള് പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടിയെന്ന് വരില്ല. ഡോക്ടർ എബ്രാഹിം നേരത്തെ പറഞ്ഞല്ലോ, ഷീസ് ഇൻ എ ക്രിട്ടിക്കൽ കണ്ടീഷൻ. എന്തായാലും ഞാൻ ചോദിച്ച കാര്യങ്ങള് ഒന്ന് വേഗം തന്നെ അന്വേഷിച്ച് പറയണം. കൂടാതെ പേഷ്യന്റിന് ഏതെങ്കിലും മെഡിസിൻസ് അലർജി ഉണ്ടോന്നും പറയണം. ഓക്കെ? സർ, ഇതാ പേഷ്യന്റിന്റെ ഓർണമെന്റ്സ്. നീ ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ? എന്തിന്? ആരെ കാണാൻ? എടാ, വഴിപാടിനെങ്കിലും നീ ഒന്ന് പോടാ. അമ്മ പോയോ? ഇല്ലല്ലോ. അതിന്റെ പേരിൽ ഇപ്പൊ കിളവിയുടെ വായിലിരിക്കുന്ന മുഴുവൻ കേട്ടിട്ടാ ഇങ്ങോട്ട് വരുന്നേ. ആ സുമിത എന്നോട് ചെയ്ത കാര്യങ്ങൾ ഓർക്കുമ്പോണ്ടല്ലോ, എനിക്ക് ഹോസ്പിറ്റലിൽ പോവാനും അവളുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനൊന്നും ഒട്ടും മനസ്സ് വരുന്നില്ലമ്മേ. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ എന്നെ മാലക്കള്ളനാക്കി. ഏട്ടന്റെ ഗുഡ് ബുക്സ് എന്ന് വരെ എന്നെ പുറത്താക്കി. ഇപ്പൊ പണ്ടത്തെ പോലെയൊന്നും അല്ല. കൊടുത്ത കൂലിയെ വരമ്പത്ത. അതാ അവളിപ്പോ അനുഭവിക്കുന്നത്. നീ പറയുന്നതെല്ലാം ശരിയാ. അവള് നിന്നോടൊരു ദ്രോഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോ അവൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാത്ത അവസ്ഥയിലാ. എന്ത് സംഭവിക്കാം? ഗിരിയാണെങ്കി ആകെ തകർന്നു നിൽക്കുക. ഈ സമയത്ത് വേണം നമ്മൾ കൂടെ ഉണ്ടെന്ന് ഗിരിക്ക് തോന്നാൻ. പഴയ മാലക്കേസിന്റെ പേരിൽ ഗിരിയുടെ മനസ്സിൽ നിന്നോട് എന്തെങ്കിലും ഒരു കരട് ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി കഴുകിക്കളയാനുള്ള ഒരു ഗോൾഡൻ ചാൻസ് ആയത്. ഗിരിയുടെ ഇപ്പോഴത്തെ സെന്റിമെന്റ്സ് നീ മുതലെടുക്കണം. നീ ഹോസ്പിറ്റലിൽ ചെല്ലണം. അറിഞ്ഞ് അഭിനയിക്കണം. മനസ്സിലായോ? സുമിയോടുള്ള ഈഗോ കാണിക്കാനുള്ള സമയമല്ലിത്. ഗിരിയെ നമ്മുടെ വരുതിയിൽ കൊണ്ടുവരാനുള്ള ഒരു അവസരം ഇത്. അത് നീ പാഴാക്കരുത്.
അക്കു, എന്താ സംഭവിച്ചത്? എങ്ങനെയുണ്ട് സുമിക്കിപ്പോ? നീ ഒന്നേ പറയാം വാ. സിറ്റുവേഷൻ കുറച്ച് സീരിയസ് ആണ് സ്നേഹ. തലയ്ക്ക് നല്ല ക്ഷതമുണ്ട്, നട്ടലിനും സാരമായ പരിക്കുണ്ട്. ഒന്നും പറയാറായിട്ടില്ലെന്ന് ഡോക്ടർ പറഞ്ഞേ. ഹലോ അമ്മ, വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞു അറിഞ്ഞു. ഇപ്പൊ അമ്മയ്ക്കൊരു കാര്യം മനസ്സിലായോ? കാറ്റ് നമുക്ക് അനുകൂലമായിട്ടാ വീശുന്നത്. അതെ, ഇനിയിപ്പോ അവള് റിക്കവറായി വന്നാലും നമുക്ക് അവളെ കൊണ്ട് പ്രത്യേകിച്ച് ഉപദ്രവമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന വെജിറ്റബിൾ പോലെയായിരിക്കും ഇനി അങ്ങോട്ടുള്ള അവളുടെ ജീവിതം. ജീവൻ ഉണ്ടോ എന്ന് ചോദിച്ചാ ഉണ്ട്, എന്നാ ചത്തതാണോന്ന് ചോദിച്ചാ അതുമാണ്. അല്ല, നീ ഹോസ്പിറ്റലിൽ പോയില്ലേ നിന്റെ പ്രിയപ്പെട്ട നാത്തൂനെ കാണാൻ? എന്തിന്? ബാക്കി എല്ലാരും കൂടെ ഇവിടെ ആർത്തലച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട്, അത് തന്നെ ധാരാളം. പിന്നെ ആ സിനിമ നടയാ നടക്കുന്ന അനിയത്തിയും കൂടെ പോയിട്ടുണ്ട്. അവൾ അവിടെ ചെന്ന് നന്നായി അഭിനയിച്ച് പഠിക്കട്ടെ. പിന്നെ ഞാനും കൂടെ പോയി അഭിനയിക്കേണ്ട കാര്യമില്ലല്ലോ. ഗിരിയേട്ട ഹോസ്പിറ്റൽ തന്നെ ആയിരിക്കും അല്ലേ? ഭാര്യയായി പോയില്ലേ, പിന്നെ എന്ത് ചെയ്യും? എന്തായാലും പേരിന് അമ്മയും കൂടെ അങ്ങോട്ടൊന്ന് ചെന്നേക്ക്. മരുമോളല്ലേ, ഇനി അമ്മായിയമ്മ വന്നില്ലെന്നുള്ള പേരുദോഷം വേണ്ട. അമ്മ പോകാതിരുന്ന ഇനിയുള്ള കാലം മുഴുവൻ അതിന്റെ പേരിലായിരിക്കും കാദംബരി അച്ഛമ്മ തല തിന്നാൻ വരുന്നത്. പോകാം. അവിടുത്തെ ഉത്സാഹ കമ്മിറ്റിക്കാരുടെ ബഹളം ഒന്ന് കഴിഞ്ഞോട്ടെ. അമ്മ പോവുകയും വേണം, അവളെ കയറി കാണുകയും വേണം. പോകാം. രാവിലെ എന്നോട് യാത്രയും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയ പോക്ക അതിങ്ങനെയായി പോയല്ലോ എന്റെ ദൈവമേ. അമ്മയും കൂടി ഇങ്ങനെ സങ്കടപ്പെടല്ലേ, ഒന്നും വരില്ല, ഒക്കെ ശരിയാവും. മോനെ, എനിക്ക് അവളെ ഒന്ന് കേറി കാണണം. ഐശ്വര്യ അല്ലേ അമ്മേ, അങ്ങനെ കേറി കാണാൻ പറ്റുമോ? ഡോക്ടർ വരുമ്പോ ഞാൻ ചോദിക്കാം. അമ്മയൊന്ന് സമാധാനപ്പെടുക. ആക്സിഡന്റ് ആയ മിസ്സസ് സുമിത ഗിരിധർ നമ്പ്യാർ? യെസ്, എന്റെ വൈഫാണ്. സർ, സംഭവം നടന്ന സ്ഥലത്തെ ഒരു കടയിലെ CCTV ക്യാമറയിൽ നിന്നും ഞങ്ങൾക്ക് ആക്സിഡന്റിന്റെ ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട്. ഇടിച്ച കാർ ഏതാന്ന് കണ്ടെത്താൻ പറ്റിയോ സാർ? ഇല്ല, കാരണം അതിന്റെ നമ്പർ പ്ലേറ്റ് വ്യാജമായിരുന്നു. അതിനർത്ഥം ഒറ്റനോട്ടത്തിൽ നമ്മൾ കരുതും പോലെ അതൊരു ആക്സിഡന്റ് അല്ലായിരുന്നു എന്നാണ്. അവരെ ടാർഗറ്റ് ചെയ്ത് വന്ന വണ്ടി തന്നെയാണ്. മനഃപൂർവ്വം അപായപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു അത്. അങ്ങനെയാണ് ഫുട്ടേജ് നമുക്ക് വ്യക്തമാകുന്നത്. അല്ല, അതിന് സുമിതമോൾക്ക് ശത്രുക്കളൊന്നും ഇല്ലായിരുന്നല്ലോ. കൂടുതലൊന്നും ഇപ്പൊ ഊഹിക്കാനോ ഉറപ്പിക്കാനോ നമുക്ക് പറ്റില്ല. എന്തായാലും നടന്ന കാര്യങ്ങൾക്ക് മുന്നിൽ ഒരു ദുരൂഹതയുണ്ട്, അത് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അറിയിച്ചോളാം സർ. ഓക്കെ, താങ്ക് യു. ശരി.
മനഃപൂർവ്വം അപായപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു അത്. അങ്ങനെയാണ് ഫുട്ടേജ് നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും നടന്ന കാര്യങ്ങൾക്ക് മുന്നിൽ ഒരു ദുരൂഹതയുണ്ട്. എന്നാലും ആരായിരിക്കും അത് ചെയ്തത്? നീ എന്നു മുതലാ ഞാനും അമ്പി അറിയാതെ കൊട്ടേഷൻ കൊടുത്തു തുടങ്ങിയത്? എന്റെ അമ്മേ, മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയും. നീയല്ലേ സുമിതെ വണ്ടി ഇടിച്ചു കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തത്? അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ കൊട്ടേഷൻ കൊടുത്തുന്നോ? ആരാ ഈ നുണയൊക്കെ അമ്മയോട് പറയുന്നേ? വേറെ ആരുമല്ല, പോലീസ്. വാട്ട്? സുമിയുടെ കേസ് അന്വേഷിക്കുന്ന പോലീസുകാര് ഇന്ന് ഹോസ്പിറ്റലിൽ വന്നിരുന്നു. അവർക്ക് ഈ അപകടത്തെക്കുറിച്ച് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. സത്യമാണോ അമ്മ ഈ പറയുന്നേ? ഞാൻ ചോദിച്ചതിന് നീ ഇതുവരെ മറുപടിയൊന്നും പറഞ്ഞില്ല. സത്യം പറ, നീയാണോ ഇതിന് പിന്നിൽ? അങ്ങനെ വല്ലതുണ്ടെങ്കിൽ ഞാൻ അമ്മയോടും മാമനോടും പറയാതിരിക്കോ? ഇത് ഞാനല്ല ചെയ്തത്. എനിക്ക് സുമതിയോട് ദേഷ്യമുണ്ടെന്നുള്ളത് സത്യം തന്നെയാ. പക്ഷേ അവരെ കൊല്ലാനുള്ള മണ്ടത്തിലൊന്നും ഞാൻ കാണിക്കില്ല. നീ പറയുന്ന എനിക്ക് വിശ്വസിക്കാമോ? നാളെ ഇതിന്റെ വാലും പിടിച്ച് പോലീസുകാർ ഈ വീട്ടിൽ കയറരുത്. അമ്മയ്ക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവാത്തെ? ഇത് ചെയ്തത് ഞാനല്ല. ആ അപകടം കരുതിക്കുട്ടി ആരെങ്കിലും ചെയ്താണെങ്കിൽ ആ ചെയ്തവന് ഞാനേ ഒരു പൊന്മോതിരം ഇട്ടു കൊടുക്കും. കാരണം ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം അവൻ ചെയ്തത്. ഇവനല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും അത് ചെയ്തത്? ഒരുപാട് കാലത്തിന് ശേഷം ഇത്രയും സന്തോഷമുള്ള ഒരു കാര്യം എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എനിക്കിനി മരിച്ചാലും വേണ്ടില്ല അച്ഛാ. എന്റെ മോളോട് ആരാണ് ഈശ്വര ഈ ചതി ചെയ്തത്? അച്ഛനും കൂടെ ഇങ്ങനെ തകർന്നു പോയാ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യാ? അച്ഛമ്മ, ഇപ്പൊ എങ്ങനെയുണ്ട് മോനെ? ഒന്നും പറയാറായിട്ടില്ലമ്മേ. എന്നാലും അവൾക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ. അച്ഛമ്മ എവിടെ ദാമോദരേട്ടാ? മുറിയിലുണ്ടോ? ഇതറിഞ്ഞപ്പോ മുതല് ഒരേ കരച്ചില. ഇന്നത്തെ ദിവസം ജലപാനം കഴിച്ചിട്ടില്ല. അച്ഛമ്മേ, മോനെ മോനെ, അവൾക്ക് എങ്ങനെയുണ്ട് മോനെ? അച്ഛമ്മ ഇങ്ങനെ സങ്കടപ്പെടാതെ. അവൾക്കൊന്നും സംഭവിക്കില്ല. മനസ്സുരുകി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ കരച്ചിൽ ഈശ്വരൻ കേൾക്കാതിരിക്കില്ല. അച്ഛമ്മ ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്നാൽ എങ്ങനെ? അവൾ ഇങ്ങനെ കിടക്കും, എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല മോനെ. അനുരാധേ, നാളെ മുതൽ എന്റെ മോൾ ആശുപത്രി വിടുന്നത് വരെ മഹാദേവ ക്ഷേത്രത്തിൽ
അവളുടെ പേരിൽ മൃത്യുഞ്ജയ പൂജ നടത്തണം. ചെയ്യമ്മേ. മറക്കരുത്. സുമിത, ഉത്രാടം നക്ഷത്രം. ശരിയമ്മേ, അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തോളാം. ശ്രീ, ചേച്ചിക്ക് എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ലെന്നാ ഡോക്ടേഴ്സ് പറഞ്ഞത്. അയ്യോ പാവം സുമിതേച്ചി. എന്നാലും ആ പാവത്തിന് ഇങ്ങനെയൊക്കെ വന്നല്ലോ. എന്നാലും എന്റെ മോള്, എന്റെ പൊന്നു മോള്, ആ കിടപ്പ് കണ്ടിട്ട് എനിക്ക് അമ്മ കൂടി ഇങ്ങനെ തളരാതെ. ഗിരിയേട്ടൻ വിചാരിച്ച സുമിതേച്ചി അമേരിക്ക വരെ കൊണ്ടുപോയി ചികിത്സിക്കാം. സങ്കടപ്പെടാതെ. എന്റെ ഗുരുവായൂരപ്പ, എന്റെ കുഞ്ഞിനൊരു ആപത്ത് വരുത്തല്ലേ. നിങ്ങള് എന്തെങ്കിലും കഴിച്ചിരുന്നോ? എന്തെങ്കിലും ഒരിത്തിരി വിളമ്പട്ടെ? അമ്മയില്ലാത്തോണ്ട് നിനക്ക് നടുക്കള കയറേണ്ടി വന്നല്ലേ? ഹേയ്, ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തതാ. ഞാൻ കഴിച്ചു. ഇത് നിങ്ങൾക്കുള്ളതാ. ശ്രീക്ക് അമ്മയ്ക്ക് ഞാൻ ഭക്ഷണം എടുക്കാം. വേണ്ട, അമ്മയ്ക്കും എനിക്കും ഇന്ന് ഒന്നും അറിഞ്ഞില്ല. എന്നാലും എന്റെ മോളോട് ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്യാൻ ആർക്കാ ഈശ്വര തോന്നിയത്? അന്നെന്താ അങ്ങനെ പറഞ്ഞേ? സുമിതേച്ചിക്ക് സംഭവിച്ചത് ഒരു ആക്സിഡന്റ് അല്ലേ? അങ്ങനെയല്ലെന്ന് ഇപ്പൊ പറയുന്നത്. പിന്നെ ആരോ എന്റെ മോളെ അപായപ്പെടുത്താൻ മനഃപൂർവ്വം ചെയ്തതാണെന്ന്. ആര്? അറിഞ്ഞൂടാ. പോലീസുകാരെ അന്വേഷിക്കുന്നതേ ഉള്ളൂ. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത എന്റെ മോളോട് ഈ ക്രൂരത കാണിച്ചത് ആരായാലും അവന്റെ തലയിൽ ഇടുത്തി വീഴും. ഈശ്വര, എന്റെ മോള്